എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാധവനവമിയാണല്ലോ, ശ്രീ മധ്വാചാര്യർ. ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഭക്തിപ്രസ്ഥാനവും ദ്വൈത വേദാന്തവുമൊക്കെയാണ്, അല്ലേ? പക്ഷേ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ മഹാനായ ഋഷിക്ക് ആധുനിക ഭൗതികശാസ്ത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം പ്രപഞ്ചത്തെക്കുറിച്ച് മുന്നോട്ടുവച്ച സിദ്ധാന്തങ്ങൾ, അത് ആറ്റത്തിന്റെ വലിപ്പം വരെ കണക്കാക്കാൻ ശ്രമിച്ചു. സമയത്തിന്റെ ആപേക്ഷികതയെക്കുറിച്ച് സംസാരിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ ഭൗതികശാസ്ത്രജ്ഞൻ അത് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയായിരുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശരി, നമുക്ക് ഈ അന്വേഷണം ഒന്ന് തുടങ്ങാമല്ലേ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ മധ്വാചാര്യരുടെ അടിസ്ഥാന തത്വശാസ്ത്രം എന്താണെന്ന് നമ്മൾ അറിയണം. അതിനെ തത്വവാദ എന്നാണ് പറയുന്നത്, അതായത് യാഥാർത്ഥ്യത്തിന്റെ തത്വശാസ്ത്രം. പേര് കേട്ട് പേടിക്കേണ്ട, സംഗതി വളരെ സിമ്പിളാണ്. ഈ ലോകം ഒരു മിഥ്യയല്ല, മായയല്ല, മറിച്ചത് സത്യമാണ്, യഥാർത്ഥമാണ്. അത്രയുള്ളൂ. പക്ഷേ ആ ഒരൊറ്റ ആശയം, അത് മതിയായിരുന്നു ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് ഒരു വലിയ വാതിൽ തുറന്നുകൊടുക്കാൻ. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ചിന്തിച്ചു നോക്കൂ, ശാസ്ത്രത്തിന് നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? പഠിക്കാൻ പറ്റുന്ന ഒരു യഥാർത്ഥ ലോകം വേണമല്ലേ? അപ്പോൾ മധ്വാചാര്യരുടെ ചിന്തകൾ ഇതിനെങ്ങനെയാണ് ഒരു അടിത്തറയിട്ടത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് മധ്വാചാര്യരുടെ ചിന്തയുടെ ആ ഒരു പവർ വരുന്നത്. നോക്കൂ, അദ്വൈത വേദാന്തം പറയുന്നത് ലോകം മായയാണെന്നാണ്, ഒരുതരം മിഥ്യ. പക്ഷേ മധ്വാചാര്യർ പറഞ്ഞു അല്ല. അദ്ദേഹത്തിന്റെ തത്വവാദം ജഗത് സത്യത്വം എന്ന ആശയത്തിലാണ് ഊന്നിയത്. അതായത് ഈ പ്രപഞ്ചം, ഇതിലെ ഓരോ വസ്തുക്കളും എല്ലാം സത്യമാണ്, റിയലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഈ ലോകം വെറുമൊരു സ്വപ്നമാണെങ്കിൽ പിന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കുമൊക്കെ എന്തു പ്രസക്തിയാണുള്ളത്, അല്ലേ? അപ്പോൾ ലോകം യഥാർത്ഥമാണെന്ന് സ്ഥാപിച്ചതിലൂടെ പ്രകൃതിയെ പഠിക്കാനും നിരീക്ഷിക്കാനും അദ്ദേഹം ഒരു ഫിലോസഫിക്കൽ ഗ്രീൻ സിഗ്നൽ നൽകുകയായിരുന്നു. ഓക്കെ, ലോകം യഥാർത്ഥമാണ്, സമ്മതിച്ചു. പക്ഷേ ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവിടെയാണ് പ്രമാണം എന്ന കോൺസെപ്റ്റ് വരുന്നത്, അതായത് അറിവ് നേടാനുള്ള വഴി. മധ്വാചാര്യരുടെ നിർവചനം നോക്കൂ: ഒരു വസ്തുവിനെ അതെങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് കാട്ടിത്തരുന്ന അറിവ്. ഇതിൽ തന്നെ ഭൗതികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹം ഏറ്റവും പ്രാധാന്യം കൊടുത്തത് പ്രത്യക്ഷത്തിനാണ്. അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി ഒക്കെ ഉപയോഗിച്ച് നേരിട്ട് മനസ്സിലാക്കുന്ന അറിവിന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കെന്താണ് ഓർമ്മ വരുന്നത്? അതെ, സയന്റിഫിക് മെത്തേഡിന്റെ അതേ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ വരാൻ പോകുന്നത് ശരിക്കും ത്രില്ലിംഗ് ആയൊരു ഭാഗത്തേക്കാണ്. ലോകം യഥാർത്ഥമാണെന്ന് പറഞ്ഞുവെക്കുക മാത്രമല്ല മധ്വാചാര്യർ ചെയ്തത്, അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കണികകളെ അളക്കാൻ വരെ അദ്ദേഹം ശ്രമിച്ചു. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അണുസിദ്ധാന്തത്തെക്കുറിച്ചാണ്. നോക്കൂ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് കിട്ടിയ ഒരു അളവുകളുടെ പട്ടികയാണിത്. ഏറ്റവും താഴെ ഏറ്റവും ചെറിയ, ഇനി വിഭജിക്കാൻ പറ്റാത്ത പരമാണു. അവിടുന്ന് തുടങ്ങി നമുക്ക് കാണാൻ പറ്റുന്ന അങ്കുലം, അതായത് ഒരു വിരലിന്റെ വീതി വരെ ഒരു കണക്കുണ്ട്. 8 പരമാണുക്കൾ ചേരുമ്പോൾ ഒരു രഥതോളിയാടുന്നു, 8 രഥതോളികൾ ചേർന്നാൽ ഒരു വാലാഗ്രം. അങ്ങനെ ആ കണക്ക് മുകളിലേക്ക് പോകുന്നത് കണ്ടോ? അപ്പോൾ ഈ പഴയ കണക്കുകൾ വെച്ച് ഇന്നത്തെ രീതിയിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടുമെന്നറിയാമോ? ഒരു പരമാണുവിന്റെ വലിപ്പം ഏകദേശം 7.2 × 10⁻⁻8 മീറ്റർ. ഒന്നോർക്കണം, നമ്മൾ സംസാരിക്കുന്നത് 13-ാം നൂറ്റാണ്ടിനെക്കുറിച്ചാണ്. തീർച്ചയായും ഇന്നത്തെ ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലുതാണ്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ നമ്പറിലല്ല, അതിനു പിന്നിലെ ആ ചിന്തയിലാണ്. ഒരു മൈക്രോസ്കോപ്പുമില്ലാതെ, ഒരു ലബോറട്ടറിയുമില്ലാതെ ഈ പ്രപഞ്ചത്തിന് വിഭജിക്കാൻ കഴിയാത്ത ഒരു അടിസ്ഥാന ഘടകമുണ്ടെന്നും അതിന് കൃത്യമായൊരു വലിപ്പമുണ്ടെന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ലേ? അതുതന്നെയാണ് ആ കാലത്തെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ കുതിച്ചുചാട്ടം. അപ്പോൾ ആറ്റത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി കുറച്ചുകൂടി കോംപ്ലക്സ് ആയൊരു ഏരിയയിലേക്ക് പോകാം. ഈ ലോകത്ത് ഒരുപാട് വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളുമില്ലേ? അതിനെയൊക്കെ വിശദീകരിക്കാൻ മധ്വാചാര്യർ ഉപയോഗിച്ച ചില ആശയങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. അതായത് ലൈറ്റിന് ചിലപ്പോൾ ഒരു വേവ് പോലെയും ചിലപ്പോൾ ഒരു പാർട്ടിക്കിൾ പോലെയും പെരുമാറാൻ പറ്റും. ഇത് രണ്ടും ഓപ്പോസിറ്റ് സ്വഭാവങ്ങളല്ലേ? അപ്പോൾ ഒരേ സാധനത്തിന് ഇങ്ങനെ പരസ്പരം വിരുദ്ധമെന്ന് തോന്നുന്ന സ്വഭാവങ്ങൾ എങ്ങനെയുണ്ടാകും? ഈയൊരു ഫിലോസോഫിക്കൽ പ്രശ്നത്തിന് മധ്വാചാര്യർ അന്നേ ഒരു ഉത്തരം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം മുന്നോട്ടുവെച്ച ഒരു ആശയമാണ് പഞ്ചഭേദങ്ങൾ, അതായത് 5 അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ. എന്തൊക്കെയാണെന്നല്ലേ? 1, ഈശ്വരനും ആത്മാവും ഒന്നല്ല. 2, ഈശ്വരനും പദാർത്ഥവും ഒന്നല്ല. 3, ഓരോ ആത്മാക്കളും വ്യത്യസ്തമാണ്. 4, ആത്മാവും പദാർത്ഥവും ഒന്നല്ല. പിന്നെ 5-മതായി, ഓരോ പദാർത്ഥങ്ങളും വ്യത്യസ്തമാണ്. ഇങ്ങനെ ഈ ലോകത്തുള്ള എല്ലാത്തിനെയും അതിന്റെ തനിമയോടെ വേർതിരിച്ചു മനസ്സിലാക്കാൻ ഈയൊരു സിസ്റ്റം സഹായിച്ചു.
ഈ പഞ്ചഭേദങ്ങളുടെ കൂടെ തന്നെ വരുന്ന വളരെ പവർഫുള്ളായ ഒരു ഐഡിയയാണ് വിശേഷ. എന്താണ് ഈ വിശേഷ? സിമ്പിളായി പറഞ്ഞാൽ, ഒരു വസ്തുവിന് അതിന്റെ ഒറിജിനൽ ഐഡന്റിറ്റി കളയാതെ തന്നെ പലതരം സ്വഭാവങ്ങൾ കാണിക്കാനുള്ള ഒരു പ്രത്യേക കഴിവാണിത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റിന്റെ കാര്യമെടുക്കാം. വിശേഷ എന്ന ഈ ആശയം വെച്ച് നോക്കുമ്പോൾ, ലൈറ്റ് എന്ന ഒരേ ഒരു വസ്തുവിന് അതിന്റെ ഐക്യം നഷ്ടപ്പെടാതെ തന്നെ വേവായും പാർട്ടിക്കിളായും പെരുമാറാൻ പറ്റും. എത്ര മനോഹരമായ ഒരു വിശദീകരണമാണെന്ന് നോക്കൂ. ശരി, അണുവിന്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് നേരെ കോസ്മോസിലേക്ക് പോകാം. സ്ഥലത്തെയും കാലത്തെയും കുറിച്ച് മധ്വാചാര്യർക്ക് എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത് എന്ന് നോക്കിയാലോ? അദ്ദേഹത്തിന്റെ കോസ്മോളജിയിലെ ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. കാരണം അതിനിന്നത്തെ ഫിസിക്സുമായി അത്രയേറെ സാമ്യമുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ റിയാലിറ്റിക്ക് 64 ഡയമെൻഷനുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് വെറും 3 അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് മാത്രം. അതുപോലെ സമയം, അത് നേരെ പോകുന്ന ഒന്നല്ല, മറിച്ച് ചാക്രികമാണ്, റിലേറ്റീവാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. സമയത്തിന്റെ ആപേക്ഷികതയ്ക്ക് ഇതിലും നല്ലൊരു ഉദാഹരണം ഇനി കിട്ടാനില്ല. കേട്ടോളൂ. സത്യലോകം പോലെയുള്ള ഉയർന്ന ലോകങ്ങളിലെ ഒരു ദിവസം നമ്മുടെ ഭൂമിയിലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് തുല്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഐൻസ്റ്റീന്റെ ടൈം ഡയലേഷൻ സിദ്ധാന്തം ഓർമ്മ വരുന്നില്ലേ? ഗുരുത്വാകർഷണം കൂടുമ്പോൾ സമയം പതുക്കെയാകുമെന്ന അതേ ആശയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരികെ വരാം. എന്തായിരുന്നു മധ്വാചാര്യരുടെ യഥാർത്ഥ പൈതൃകം അല്ലെങ്കിൽ സംഭാവന? ഒരുപക്ഷേ ഇന്നത്തെ അർത്ഥത്തിലുള്ള ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം. ശരിയാണ്. പക്ഷേ അദ്ദേഹം ചെയ്തത് അതിനേക്കാൾ വലുതും അടിസ്ഥാനപരവുമായ ഒന്നാണ്. അദ്ദേഹം ഒരു സയന്റിഫിക് ആർക്കിടെക്ചർ ഉണ്ടാക്കി. അതായത് ശാസ്ത്രീയമായ ചിന്തകൾക്ക് വളരാൻ പറ്റിയ ഒരു ദാർശനികമായ ചട്ടക്കൂട്. ഈ ലോകത്തെ നേരിട്ട് കണ്ട് പഠിക്കുന്നത് വെറും സാധ്യമല്ല, മറിച്ചത് അത്യാവശ്യമാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ഫിലോസഫി. അദ്ദേഹത്തിന്റെ ചിന്തകളെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിൽ നിന്നുള്ള ഈ ഒരു വാചകം കേൾക്കൂ. ഇത് എല്ലാത്തിനെയും ഒന്നിപ്പിക്കും. ആത്മീയ സത്യം തേടുന്നതും ശാസ്ത്രീയമായ അറിവ് തേടുന്നതും രണ്ടല്ല. അത് രണ്ടും യാഥാർത്ഥ്യത്തെ അതുപോലെ മനസ്സിലാക്കാനുള്ള ഒരേ അന്വേഷണത്തിന്റെ 2 വശങ്ങൾ മാത്രമാണ്. അപ്പോ മധ്വാചാര്യരുടെ ഈ ചിന്തകൾ നമുക്ക് മുന്നിൽ ഒരു വലിയ വാതിലാണ് തുറന്നിരുന്നത്. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലും അറിവുകളിലുമൊക്കെ ഇതുപോലെ നമ്മൾ കാണാത്ത എത്രയെത്ര ശാസ്ത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടാകാം, അല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ നിർത്താം.